മഹാശവം മുകളിൽ നിന്ന് താഴെ വീണപ്പോൾ ഭൂമി തന്നെ ആ ശവത്തിൻ്റെ അടിയിലായി. അപ്പോൾ ആ ശവത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ വിഭജിത്ത് സമീപത്തിരുന്ന അഗ്നിദേവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അഗ്നിദേവൻ ഈ ശവത്തിൽ ഒരു ചെറിയ ദ്വാരം സൃഷ്ടിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അഗ്നിയാണല്ലോ, കത്തിച്ച് ഒരു ചെറിയ പഴുതുണ്ടാക്കിയിട്ട് അതിലൂടെ ഇവർ രണ്ടുപേരും പുറത്തു കടന്നു. അഗ്നി വിഭജിത്തിനോട് പറഞ്ഞത്, വരൂ വിഭജിത്തെ, നമുക്ക് എൻ്റെ ലോകത്തിലേക്ക് പോകാമെന്നാണ്, അതായത് അഗ്നി ലോകത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ശുകപൃഷ്ഠേ സാവാരോപ്യ ഭഗവാംസ്തതഃ ദേഹൈകദേശേ തത്പാതി ഭൂതം ദഗ്ധ്വാ നഭഃപ്ലുതഃ. വരൂ, എൻ്റെ ഒപ്പം വരൂ, എൻ്റെ ലോകത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ശുകപൃഷ്ഠേ അസാവാരോപ്യ, ശുകം കിളി, തത്ത എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. തത്തയാണ് അഗ്നിയുടെ വാഹനം എന്നാണ് ഈ വിവരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ അഗ്നിയുടെ ശരിക്കുള്ള വാഹനം ആടാണ്. ആടാണ് അഗ്നിയുടെ വാഹനം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വാഹനത്തിലല്ലാതെ ഒരു കിളിയുടെ പുറത്ത്, അതും ചിലപ്പോൾ അഗ്നിയുടെ വാഹനമായി നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ടാവാം, അറിയില്ല. എന്തായാലും ഒരു കിളിയുടെ മുതുകിൽ ആ വിഭജിത്തിനെയും കയറ്റിയിരുത്തി അഗ്നിദേവൻ മുകളിൽ നിന്ന് താഴേക്ക് വീണ ആ ശവത്തിൽ ഒരു ദ്വാരം സൃഷ്ടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് പറന്നുയർന്നു. ഇവിടെയാണ് നമ്മൾ നിർത്തിയത് ഇന്നലെ. തുടർന്നുള്ള ഭാഗം വായിക്കാം. അനന്തരം നഭഃപ്രാപ്യ ദൃഷ്ടഃ കഷ്ടാകൃതിർമയാ സദാ ദൃഗ്ഭൂത സമ്പാദ മഹോത്പാദോ ഭയപ്രദഃ. ആകാശത്തിലേക്ക് ഉയർന്നതോടുകൂടി ഇവരുടെ കാര്യം സേഫായി. കാരണം ഭൂമിയിലാണ് ആ മഹാശവം വന്ന് വീണത്. ഇവർ ആകാശത്തിലേക്ക് ഉയരുകയും ചെയ്തു, അഗ്നിയും വിഭജിത്തും. മുകളിൽ നിന്ന് അതിദയനീയമായ ഒരു കാഴ്ച കണ്ടു എന്നാണ് വിഭജിത്ത് പറയുന്നത്. അതിദയനീയമായ, കൽപ്പാന്തകാലത്തിൽ അല്ലെങ്കിൽ പ്രളയകാലത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ഭൂമി മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച ആകാശത്ത് നിന്നുകൊണ്ട് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. സ താദൃഗ്ഭൂത സമ്പാദ മഹോത്പാദ, ഭീമാകാരമായ ഒരു ശവം മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ് അത് ഭൂമിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, ഭൂമിയെ തന്നെ തകർത്ത് കളഞ്ഞു. അത് അത്യന്തം ഭയാനകവുമായിരുന്നു. ഇനി ഭൂമിക്ക് എന്താണ് ഈ ശവം പതിച്ചപ്പോൾ സംഭവിച്ചത് എന്നാണ് വർണ്ണിക്കുന്നത്. തസ്മിൻ ജവേന പതിതേ വസുധാ ചചാല സാംഭോധിശൈലവനപത്തന ജംഗലൗഘ ചക്രേ ഭൃഗുദ്വയമയാന ജലസ്രവന്തി ഭീമാകൃതീൻ വ്യധുരദേഹ വിഭേദഗർത്താൻ. ശവം മുകളിൽ നിന്ന് അതിവേഗത്തിൽ താഴെ വീണപ്പോൾ ആദ്യമായിട്ട് ഭൂമി ഒന്ന് വിറച്ചു. ഭൂമി മൊത്തം, ഭൂകമ്പത്തിൽ ഭൂമി മുഴുവൻ പ്രകമ്പനം കൊള്ളാറില്ല, വിറയ്ക്കാറില്ല. ഭൂകമ്പത്തിൽ ഓരോരോ പ്രദേശം മാത്രമായിരിക്കും ചലിക്കുക. ഇവിടെ അങ്ങനെയല്ല, ഭൂമി ഒന്നടങ്കം ഒന്ന് ചലിച്ചു. എങ്ങനെയുള്ള ഭൂമി? സ അംബോധി ശൈല വനപത്തന ജംഗലൗഘ, 7 സാഗരങ്ങളും അനേകം പർവ്വതങ്ങളും വനങ്ങളും പട്ടണങ്ങളും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ഭൂമി, വലുതായ ഭൂമി. ഭൂമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വലിയവൾ എന്നാണ്. ആകൃതി കൊണ്ട്, വിസ്തൃതി കൊണ്ട് വളരെ വലിയത് എന്നാണ് ഭൂമി എന്നുള്ള ശബ്ദത്തിന് അർത്ഥം. അത് സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭൂമി ദേവി എന്ന് പറയുന്നത്. ഭൂമി ദേവൻ എന്ന് സാധാരണ പറയാറില്ല. അപ്പോൾ അനേകം ശൈലങ്ങളും പർവ്വതങ്ങളും വനങ്ങളും പട്ടണങ്ങളും ഒക്കെയുള്ള എല്ലാം നിറഞ്ഞ ഈ ഭൂമി ഒന്നടങ്കം ഒന്ന് വിറച്ചു. ചക്രേ ഭൃഗുദ്വയമയാന ജലസ്രവന്തി,
സദാ ജലമൊഴുകുന്ന നദി രണ്ടായി പിളർന്ന് നദി രണ്ട് കൈവഴികളായി ഒഴുകാൻ തുടങ്ങി. വലിയ മഹാനദി, അത്രയും വലുതായിരുന്നു ആ ശവം. മുകളിൽ നിന്നൊരു കൂറ്റൻ സാധനം നദിയിലേക്ക് പതിച്ച് നദി രണ്ട് കൈവഴിയായിട്ട് തിരിഞ്ഞൊഴുകണമെങ്കിൽ എത്ര കണ്ട് വലുതായിരിക്കണം, അതിൻ്റെ ആഘാതം എത്ര ഉണ്ടായിരിക്കണം എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഭീമാകൃതീൻ വ്യധുരദേഹ വിഭേദകർത്താൻ. അതുമാത്രമല്ല, ഈ ശവം മുകളിൽ നിന്ന് വന്ന് വീണപ്പോൾ ഭൂമിയുടെ പല സ്ഥലങ്ങളിലും വലിയ ഗർത്തങ്ങൾ, കുഴികൾ ഉണ്ടായി എന്നാണ്. ഗർത്തം എന്ന് പറഞ്ഞ് സാധാരണ നമ്മൾ ഈ കൊക്കാന്നൊക്കെ പറയത്തില്ലേ, മലയുടെ ചരിവിലുള്ള അഗാധമായ ഗർത്തം, അതുപോലെയുള്ള കൂറ്റൻ ഗർത്തങ്ങൾ ഭൂമിയിൽ രൂപപ്പെട്ടു. തസ്മിൻ മഹാശവേ ജവേന പതിതേ സതി. ആ ഭീമാകാരമായ ശവം അതിവേഗത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ അംബോധിസഹിത വസുധാ ചചാല. സാഗരങ്ങളെ ഉൾക്കൊള്ളുന്ന ഭൂമിയാകെ ഒന്ന് വിറച്ചു. അയാനജലാഹ നിരുദ്ധോദക പ്രവാഹ സ്രവന്ത്യോ നദ്യ. നദികളിലൂടെ വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും, പക്ഷേ നദികളിലൂടെയുള്ള ജലപ്രവാഹം നിലച്ചിട്ട് യസ്യാം തഥാവിധാ സതി ഗിരിനദീനാം കൂലദ്വയെ. അവയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടു. വലിയ ഈ സാധനം വന്ന് വീണിട്ട് നദീപ്രവാഹത്തിന് തടസ്സം സംഭവിച്ചു. അങ്ങനെ നദി ഒഴുകാതായപ്പോൾ ഈ നദിയിലൂടെ ഒഴുകി വന്നിരുന്ന വെള്ളം, മലകളിൽ നിന്നാണല്ലോ നദികൾ ഒഴുകി വരുന്നത്, അപ്പോൾ അവിടുന്ന് താഴേക്ക് ഒഴുകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ നദികൾ മലഞ്ചരിവുകളിലൂടെ വെള്ളച്ചാട്ടങ്ങളായി പ്രവഹിക്കാൻ തുടങ്ങി. പുതിയതായി ചില വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടു, വാട്ടർഫാൾ. നദി വെള്ളം ഒഴുകിപ്പോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതങ്ങനെയല്ല. നദിയുടെ ഗതി നിരോധിക്കപ്പെട്ടതുകൊണ്ട്, ഈ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് പുതിയ ചില വെള്ളച്ചാട്ടങ്ങൾ മലകളിൽ രൂപപ്പെട്ടു. ഭൃഗു എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം, വാട്ടർഫാൾ എന്നാണ് അർത്ഥം. യസ്യാം തഥാവിധാസതി ഗിരിനദീനാം കൂലദ്വയെ മാർഗാന്തരേണ ജലസ്രവണാത്. നദിയിലെ വെള്ളത്തിന് ഒഴുകാൻ പറ്റാതായപ്പോൾ അവ ഇരു കരകളിലും ആ നദീജലം ഒഴുകാൻ തുടങ്ങി. അങ്ങനെ മലകളിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ പുതിയതായിട്ടുണ്ടായി. ഭൃഗുദ്വയം ജലപ്രപാതദ്വയം ചക്രേ പതന്തി ജലാനി ഭീമാകൃതീൻ ഭയങ്കരാകാരാൻ അദേഹ വിഭേദാൻ മനുഷ്യാദിദേഹകൃത ഭൂവിതാരണജന്യ വാപീകൂപാദി വിലക്ഷണാൻ ഗർത്താൻ വ്യധുശ്ചക്രുഹു. കൂറ്റൻ വെള്ളച്ചാട്ടങ്ങളാണ് രൂപപ്പെട്ടത്. അവയെ കണ്ടാൽ തന്നെ നമുക്ക് ഭയം തോന്നും. മുകളിൽ നിന്ന് അതിശക്തമായി ജലം താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ. സാധാരണ മനുഷ്യരാണ് ഈ ജലാശയങ്ങളെ രൂപപ്പെടുത്തുന്നത്. കുളം, കിണർ, കായൽ പ്രകൃതിയിലുണ്ടാവും. കുളം, കിണർ തുടങ്ങിയ ജലാശയങ്ങൾ മനുഷ്യനിർമ്മിതങ്ങളാണ്. മനുഷ്യരുടെ ശരീരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട വലിയ വലിയ കുഴികളാണ് ഈ കുളങ്ങളെന്ന് പറയുന്നത്. ആ കുളത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമിയെ പിളർക്കുന്നത് മനുഷ്യരാണെങ്കിലും ഇവിടെ ഈ ശവം വന്ന് വീണപ്പോൾ വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. വാപി എന്ന് പറഞ്ഞാൽ ജലാശയം, കൂപം, കിണർ, ഇങ്ങനെയുള്ള വലിയ വലിയ കുഴികൾ ഭൂമിയിൽ രൂപപ്പെട്ടു. ഉർവീരരാസ കകുബുത്തരതോരരാസ പൂർവാരരാസ വിരരാസ ച ദക്ഷിണാദികേ ദ്യൗരാരരാസ വിരരാസ സശൈലഭൂതം സർവം ജഗത് പ്രളയ സംഭ്രമഭീതമുച്ചൈഹി. രരാസ എന്നുള്ള വാക്കിന് വിറയ്ക്കുക എന്നാണ്. ഭൂമി ആകെ പ്രകമ്പനം കൊണ്ടു വിറച്ചു, മൊത്തത്തിൽ ചലിക്കാൻ തുടങ്ങി. ഉർവി ചലിച്ചു. കകുബുത്തരതോ രരാസ, ഉത്തരദിക്ക്
ചലിച്ചു, ദിക്കുകൾ ചലിക്കാൻ തുടങ്ങി. പൂർവം രരാസ വിരരാസ ച ദക്ഷിണാദിക്, കിഴക്ക് ദിക്കും തെക്ക് ദിക്കും എല്ലാം ചലിക്കാൻ തുടങ്ങി. ദിക്കുകൾ സാധാരണ ചലിക്കത്തില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ദിക്കുകൾ ശാശ്വതമാണ്, ദിക്കിന് ചലനം സംഭവിക്കത്തില്ല. പക്ഷേ ഈ ഭൂമി ഒന്നാകെ ചലിച്ചപ്പോൾ ദിക്കുകൾ ചലിക്കുന്നുണ്ടോ എന്ന ഭ്രമം ഉണ്ടായി. ദ്യൗരാരരാസ, അന്തരീക്ഷം തന്നെ വിറച്ചു. വിരരാസ സശൈലഭൂതം സർവം ജഗത് പ്രളയ സംഭ്രമ ഭീതമുച്ചൈ, അനേകം പർവ്വതങ്ങൾ ഉള്ള ഈ ഭൂമിയും മൊത്തത്തിൽ വിറച്ചു. ജഗത്ത്, ഭൂമി ഒന്നടങ്കം വിറയ്ക്കാൻ തുടങ്ങി. ഭൂമിയിലെ ജീവികൾ ഭയചകിതരായി. പുനഃകിമാസി തദാഹ ഉർവീ ഭൂഹു ഉത്തരതഃ കകുപ് ഉത്തരാദിക്, ഭൂമി ചലിച്ചു, ഉത്തരദിക്ക് വടക്ക് ദിക്ക് ചലിച്ചു. തഥാ പൂർവ ദക്ഷിണ ചകാരാത് പശ്ചിമാ ച കകുപ് ദ്യൗഹു ശൈലൈർഭൂതൈശ്ച സഹിതം സർവം ജഗച്ച പ്രളയ സംഭ്രമണേന ഭീതം സത് ഉച്ചൈഃ രരാസ ദധ്വാന രുരോധ ച. ചുരുക്കം 4 ദിക്കുകളും ചലിച്ചു എന്നാണ് പറയുന്നത്. ഓരോ ദിക്കായിട്ട് പറയും. ഭൂമി ചലിച്ചു, വടക്ക് ദിക്ക്, അതുപോലെ ദക്ഷിണ ദിക്ക്, കിഴക്ക് ദിക്ക്, അതുപോലെ പടിഞ്ഞാറ് ദിക്ക്. ദ്യൗഹു അന്തരീക്ഷം, ശൈലൈർഭൂതൈശ്ച സഹിതം സർവം ജഗച്ച, ജീവജാലങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമി ഒന്നാകെ വിറച്ചു. പ്രളയസംഭ്രമേണ ഭീതം സത്, പ്രളയകാലം അടുത്തുവോ, ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നാശം അടുത്തുവോ എന്ന് ജീവജാലങ്ങൾ ഭയപ്പെടാൻ തുടങ്ങി. ഉച്ചൈഃ രരാസ ദധ്വാന രുരോധച, ജീവികളെല്ലാം കൂട്ടക്കരച്ചിൽ തുടങ്ങി എന്നാണ്. ജീവൻ ആപത്ത് വരുന്നു എന്ന് തോന്നുമ്പോൾ ഭയവും അതിൻ്റെ ഫലമായിട്ട് കരച്ചിലും ഉണ്ടാവും. അങ്ങനെ എല്ലാം വിറച്ചു, ജീവജാലങ്ങളെല്ലാം കരയാനും തുടങ്ങി. ഉർവീരരാസധരണേ സവിരാവരംഹഃ സംരംഭതർജിത സമസ്തദിഗന്തരാസ വ്യോമാഭിധുന്ധുമ മലംഘ്യമലം ചകാര നാഗാരിവൃന്ദഭയവിദ്രവണ പ്രചണ്ഡം. ഭൂമി വിറച്ചു. ധരണേ സവിരാവരംഹഃ ഉക്തമേവ സ്പഷ്ടം പുനരാഹ ധരണേ പതിതസ്യ ശവസ്യ ധാരണേ. ഭൂമിയിലേക്ക് പതിച്ച ഈ കൂറ്റൻ ശവത്തിൻ്റെ ഭാരം താങ്ങാൻ ഭൂമിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഭൂമി വിറയ്ക്കാൻ തുടങ്ങിയത്. താരത്വാധിക്യേന ശബ്ദാന്തരൈരലംഘ്യം ദുന്ദുമം ധ്വനിമലമത്യർത്ഥം ചകാര. ഭൂമി ആകപ്പാടെ കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. ഭീകരമായ ശബ്ദം ഭൂമിയുടെ ഉള്ളിൽ നിന്നും വന്നു. ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ ഉള്ളതുപോലെയുള്ള ശബ്ദം പുറത്തേക്ക് വന്നു. നാഗാരീണാം ഗരുഡാനാം ഭയേന വിദ്രവണ ഇവ പ്രചണ്ഡം ദുസ്സഹം. നാഗാരി എന്ന് പറഞ്ഞാൽ നാഗങ്ങളുടെ ശത്രു, ഗരുഡൻ എന്നർത്ഥം. ഒന്നല്ല, 100 ഗരുഡന്മാർ ഒരുമിച്ച് ഭൂമിയിലേക്ക് പറന്നിറങ്ങുമ്പോൾ സർപ്പങ്ങൾ എങ്ങനെയാണോ അത്യധികം ഭയത്തോടുകൂടി ജീവരക്ഷാർത്ഥം ഓടുന്നത്, അതുപോലെ ജീവികൾ തലങ്ങനെയും വിലങ്ങനെയും ഓടാൻ തുടങ്ങി. കാരണം എവിടെ ചെന്നാൽ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് ജീവികൾക്ക് തന്നെ അറിയില്ല. അങ്ങനെ എല്ലാവരും അത്യന്തം ഭയചകിതരായി, മനുഷ്യരുൾപ്പെടെ. നിർഘാത ശബ്ദ ഉദഭൂതഭിതോ ഭയായ ഭീമായ ഭൂധരദരീദൃഢദാരുണോത്ഥഃ ഉത്പാദ ഭീമ ജവജാല യുഗാന്തവാദ സംരബ്ധ കൽപ്പഘനഘോഷ വിതീർണതർജഃ. പിന്നെ എന്ത് സംഭവിച്ചു? ഭൂധര ദരീണാം ദൃഢധാരണാദുത്ഥ ഉത്ഥിതോ നിർഘാത ആസ്ഫാലനം തന്നിമിത്ത ശബ്ദ. ഭൂമിയിലുള്ള പർവ്വതങ്ങളിലെ ഗുഹകളൊക്കെ തകർന്ന് തരിപ്പണമായി. മല തന്നെ മൊത്തത്തിൽ ഇടിഞ്ഞു താഴേക്ക് വീഴുമ്പോൾ ഗുഹകളൊക്കെ തകർന്നു. ആ ഗുഹകൾ തകരുന്ന ശബ്ദം, അതിഭീകരമായ ശബ്ദം, കർണകഠോരമായ ശബ്ദം
ഉണ്ടായി. ഭയായ ഭീമായ ഭയഹേതവേ, ആ ശബ്ദം കേട്ട് ജീവികളൊക്കെ വളരെ ഭയചകിതരായി. ശ്രോത്ര ഹൃദയാതിഭേദനായ ച ഉദഭൂത്, കാതടപ്പിക്കുന്ന ശബ്ദം, അതുപോലെ ഹൃദയഭേദകമായ ശബ്ദം, ഇങ്ങനെയുള്ള അതിഭയങ്കരമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. സ കീദൃകേ ഉത്പാദൈർ ഭീമ ജവത്വാ ജാല വദാകർഷിണോ യേ യുഗാന്തവാതാഃ തൈഃ സംരബ്ധാ യേ കൽപഘനാഃ പ്രളയാംബുദാഃ തദ്ഘോഷേഭ്യോ വിദീർണാ വിശ്രാണിത തർജാ ഭത്സന യേന തഥാവിധഃ. ശബ്ദത്തെ വർണ്ണിക്കുകയാണ്. ശ്രോത്രത്തിനും ഹൃദയത്തിനും ആധിയുണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ ചെവികൾക്ക് അതികഠിനമായ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചെവികൾക്ക് തകരാറ് പറ്റും. അതുപോലെ ഹൃദയത്തിലും അതികഠിനമായ ഭയമുണ്ടായി. ഉത്പാദം, പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് പോലെയാണ് ആ സമയത്ത് ഭീകരമായ ദൃശ്യങ്ങൾ കാണപ്പെട്ടത്. ജാലവദാകർഷിണോ യേ യുഗാന്തവാതാഃ, എങ്ങനെയാണോ ഒരു ജീവിയെ നാം വലയുടെ ഉള്ളിലാക്കുന്നത്, അതുപോലെ പ്രളയകാലത്ത് വീശുന്ന അതിശക്തമായ കൊടുങ്കാറ്റിൻ്റെ പിടിയിൽപ്പെട്ട് മേഘങ്ങൾ അതിവേഗം ആകാശത്തിലൂടെ ചലിക്കാൻ തുടങ്ങി. പ്രളയകാലം അടുത്തുവോ എന്നുള്ള ഒരു തോന്നലുണ്ടായി. പ്രളയാംബുദാഹ തദ്ഘോഷേഭ്യ, ആ മേഘങ്ങളിൽ നിന്ന് ഇടിനാദവും കേൾക്കാൻ തുടങ്ങി. അങ്ങനെ സർവത്ര ഭയം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം. എല്ലാവരും വല്ലാതെ ഭയന്ന് വിവശരായി. തസ്മിഞ്ചവേന പതിതേ വസുധാരരാസാ സാരാവതിങ്മുഖതയാ ശതവേദമാഗാത് തത്രാസ്ഫുടൻ കുലഗിരീന്ദ്രമഹാതടാനി പാതാളദേശമവിശൻ ഹിമവച്ഛിരാംസി. ആ ശവം അതിവേഗത്തിൽ മുകളിൽ നിന്ന് പതിച്ചതുകൊണ്ടുണ്ടായ ആഘാതം കൊണ്ട് ഭൂമി ആകെ വിറച്ചു. അത് പറഞ്ഞു. വീണ്ടും അതിനെ തന്നെ പറയുകയാണ്. സാരാവതിങ്മുഖതയാ ശതവേദമാകാത്. അർത്ഥം തന്നെ വായിക്കാം. തസ്മിൻ ശവേ ശതഗുണം വേദം അഭിഘാതമകാത് പ്രാപ. ഭൂമി പല പല കഷണങ്ങളായി വിണ്ടുകീറി. തത്രാസ്ഫുടൻ കുലഗിരീന്ദ്ര മഹാതടാനി, 7 കുലപർവ്വതങ്ങളുണ്ട് എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നത്. പ്രധാനപ്പെട്ട 7 കുലപർവ്വതങ്ങൾ. അതിലൊന്നാണ് നമ്മുടെ തിരുപ്പതി. 7 കുലപർവ്വതങ്ങളിലെ ഒരു പർവ്വതമാണ് തിരുപ്പതി. ആ കുലഗിരികൾ, കുലപർവ്വതങ്ങൾ, അവയുടെ താഴ്വരകൾ, മഹാതടങ്ങൾ, കുലഗിരിയുടെ തടങ്ങൾ പാതാളത്തിലേക്ക് പോയി എന്നാണ്. അതായത് ഭൂമിയിലുള്ള മലകളുടെ താഴ്വരകളൊക്കെ ഈ ശവം വന്ന് വീണപ്പോൾ എല്ലാം ഭൂമിയുടെ അന്തർഭാഗത്തിലേക്ക് ആണ്ടുപോയി. പാതാളദേശമവിശൻ ഹിമവച്ഛിരാംസി, ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ ശിഖരങ്ങൾ ചില സമയത്ത് ഇടിഞ്ഞ് താഴേക്ക് പോരും. അതുപോലെ മഞ്ഞ് മൂടാത്ത പല കുലപർവ്വതങ്ങളുടെയും ശിഖരങ്ങൾ, കൊടുമുടികൾ ഇടിഞ്ഞ് പർവ്വതത്തോടു കൂടി തന്നെ ഭൂമിയുടെ അന്തർഭാഗത്തിലേക്ക് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് പോയി. തസ്മിൻ വേദേ, അത്രയ്ക്കും ശക്തമായിരുന്നു ആ ശവത്തിൻ്റെ പതനം. ആസീത് തത്പതനം തസ്യ മേരുശൈലശിലാകൃതേഃ ദലനം ശൈലശൃംഗാണാം വിദാരണകരം ഭുവഃ. ആ പതനം എന്ന് പറയുന്നത് ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു. മേരുശൈലശിലാകൃതേഃ ദലനം, മഹാമേരു പർവ്വതം പോലെ വലിപ്പമുള്ള മറ്റ് പർവ്വതങ്ങൾ പല കഷണങ്ങളായി ഉടഞ്ഞ് താഴെ വീണു. ശൈലശൃംഗാണാം വിദാരണകരം ഭുവഃ, കൊടുമുടികളൊക്കെ തകർന്ന് നിലംപരിശായി. അതിനെ ഇങ്ങനെ വർണ്ണിച്ചു പോവുകയാണ്. നമുക്ക് വേഗത്തിൽ വായിച്ചു പോകാം.
സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പിന്നെയും മനസ്സ് സമ്മതിച്ചില്ല. എല്ലാം തകർന്ന് താഴേക്ക് പതിക്കാൻ തുടങ്ങി. ക്ഷോഭണം ജലരാശീനാം അദ്രീണാം ഭൂതലാർപ്പണം പീഡനം സർവഭൂതാനാം ക്രീഡനം പ്രളയാർത്ഥിനാം. ജലരാശികൾ, സമുദ്രങ്ങൾ ക്ഷോഭിച്ചു. അദ്രീണാം ഭൂതലാർപ്പണം, ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്പരചുംബികളായ പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞ് തറയിലേക്ക് വീണു. ഒക്കെ ഭൂമിയുടെ ഉപരിതലത്തിൽ താഴെ വീണു. പീഡനം സർവഭൂതാനാം, സകല ജീവികൾക്കും അത് അത്യന്തം പീഡനം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. കാരണം എല്ലാം ഇടിഞ്ഞ് തറയിൽ പോകുമ്പോൾ അവിടെ ജീവികൾക്ക് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. അങ്ങനെ സകല ഭൂതങ്ങളുടെയും ശരീരത്തിനും മനസ്സിനും പീഡയുണ്ടാക്കുന്നതായിരുന്നു ആ ശവത്തിൻ്റെ പതനം. ക്രീഡനം പ്രളയാർത്ഥിനാം. പക്ഷേ ഒരു കൂട്ടർ മാത്രം ഈ ശബ്ദം കേട്ട് നൃത്തം ചെയ്തു. അവർക്ക് ഒരു കളി പോലെ തോന്നിയത്. അതാരാണ് ആ കൂട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രുദ്രഗണാനാം, രുദ്രൻ്റെ ഭൂതഗണങ്ങൾ. രുദ്രൻ രുദ്രൻ എന്നാണല്ലോ പറയുന്നത്, എല്ലാറ്റിനെയും അടിച്ചു തകർക്കുന്ന അന്തകനാണ്. സംഹർത്താവാണ് രുദ്രൻ, ശിവൻ. ആ ശിവൻ്റെ ഭൂതഗണങ്ങൾക്ക് കൽപ്പാന്തകാലം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് ഒരു ആഘോഷമാണ്. എല്ലാവരും പാടി നൃത്തം ചെയ്ത് അങ്ങനെ ആർത്തട്ടഹസിച്ചു. അവർ മാത്രമാണ് വാസ്തവത്തിൽ ഈ സംഭവത്തിൽ സന്തോഷിച്ചത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ദുഃഖവും ദുരിതവും ഭയവും ഒക്കെയാണ് ഉണ്ടായത്. പാതാളം ഭൂതലേ ഭാനോ സ്ഥഗനം ദ്വീപപദ്ധതേഃ ചൂർണീകരണമദ്രീണാം ദലനം മണ്ഡലാവനേഃ. പാതനം ഭൂതലേ ഭാനോഹോ, സൂര്യൻ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചു. സ്ഥഗനം ദ്വീപപദ്ധതേഃ, സപ്തദ്വീപങ്ങൾ ഭൂമിയിലുണ്ടെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ആ ദ്വീപുകളിലൊക്കെ തകർന്ന് തരിപ്പണമായി. ഈ ഭൂഖണ്ഡങ്ങളൊക്കെ തകർന്നുപോയി. സ്ഥഗനം എന്നുള്ളതിന് ആച്ഛാദനം, മറഞ്ഞുപോയി എന്നാണ്. എല്ലായിടത്തും ഇങ്ങനെ വെള്ളം, കടലൊക്കെ ക്ഷോഭിച്ച് കടലിൻ്റെ അടിയിലായി. അപ്പോൾ പിന്നെ ഈ ദ്വീപുകളെ ഒന്നും പ്രത്യേകം വേർതിരിച്ചറിയാൻ പറ്റാതായി. ചൂർണീകരണം അദ്രീണാം ദലനം മണ്ഡലാവനേഃ, പർവ്വതങ്ങളൊക്കെ പൊടിയായി താഴേക്ക് പോയി. ഭൂമി പിളർന്നു പല കഷണങ്ങളായി. വലിയ ഗർത്തങ്ങൾ, വിള്ളലുകൾ ഭൂമിയിലുണ്ടായി. ഭൂതലേ അർപ്പണം സമീകരണ സാധനമിതിയാവത്, അതായത് ഭൂമിയിൽ അവിടെയായിട്ട് ഉയർന്നു നിൽക്കുന്നവയാണ് ഈ പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞ് എല്ലാം തറ ലെവലിലായി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂമിയിൽ പർവ്വതങ്ങളൊന്നുമില്ല, എല്ലാം തകർന്ന് എല്ലാം ഒരു സമനിരപ്പായി എന്നർത്ഥം. ഭൂമിയിൽ കുണ്ടും കുഴിയൊന്നുമില്ല, പൊക്കമുള്ള പർവ്വതങ്ങളെല്ലാം വീണ് ഭൂമി ആകെപ്പാടെ ഭൂമി നികന്നുപോയി എന്നാണ് പറയുന്നത്. പ്രളയാർത്ഥികളായ രുദ്രഗണങ്ങൾ, പ്രളയം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ശിവൻ്റെ ഭൂതഗണങ്ങളാണ്. അവർക്ക് ഇത് ആഘോഷത്തിനുള്ള ഒരവസരമായി മാറി. ദ്വിതീയമിവ ഭൂപീഠം ബ്രഹ്മാണ്ഡാർത്ഥമിവാപരം പതിതം ഖമിവാകൃത്യ തദപശ്യന്നഭശ്ചരാഃ. ബ്രഹ്മാണ്ഡാർത്ഥമിവാപരം, ഭൂപീഠം എന്ന് പറഞ്ഞാൽ ഭൂമി, തറ എന്ന് പറയുന്നത് എല്ലാം ഇപ്പോൾ ഭൂമിയിൽ ഉയർന്നതും താഴ്ന്നതുമായ പ്രദേശങ്ങൾ ഇല്ലാതായി, എല്ലാം ഒരേ ലെവലിലായി തീർന്നു. അപ്പോൾ അതൊരു പുതിയ കാഴ്ചയായിരുന്നു. ആർക്ക്? നഭശ്വരന്മാർക്ക്, ദേവന്മാർക്ക്. അവർ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അവർ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഭൂമിയല്ല, എല്ലാം നല്ല നിരപ്പുള്ള ഭൂമി. മറ്റൊരു ഭൂമിയിടത്തെ എന്ന പോലെ ബ്രഹ്മാണ്ടത്തിൻ്റെ മുകൾ ഭാഗം ഇടിഞ്ഞ് താഴെ വീണതുപോലെ ഭൂമിയെ മുകളിൽ നിന്ന് നഭശ്വരന്മാർ അല്ലെങ്കിൽ ദേവന്മാർ കണ്ടു. അഥ പശ്യാമ്യഹം യാവദസൗ മാംസമയോ ജലഃ നമാതിസപ്തദ്വീപായാം ഭുവി തസ്യാംഗമേകകം. ഇനി വിവശിത്ത് പറയുന്നത്
ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് പറയാം. അഥപശ്യാമ്യഹം യാവദസൗ മാംസമയോജലഹ. മുകളിൽ നിന്ന് വീണത് ഒരു മാംസമലയാണെന്നാണ് പറയുന്നത്. മഹാശവം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാംസമല. സുമോ ഗുസ്തിക്കാരനൊക്കെ കണ്ടിട്ടില്ലേ? ഒരു മാംസമല. ന്യൂ രാജസ്ഥാൻ മാർബിൾസിൻ്റെ പരസ്യത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നില്ലേ ഒരാൾ, സുമോ ഗുസ്തിക്കാരൻ. ഇവന്മാർ എന്താണോ തിന്നുന്നത്? ശരീരം, ആഹാരം കഴിക്കാതെ ശരീരപുഷ്ടി ഉണ്ടാകത്തില്ലല്ലോ. 24 മണിക്കൂറും തീറ്റയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എത്ര കിലോ, 250-300 കിലോ ആണ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഭാരം. താഴെ വീണ് കഴിഞ്ഞാൽ ഇവന്മാർക്ക് എണീക്കാൻ പറ്റില്ല, ക്രെയിൻ തന്നെ കൊണ്ടുവരേണ്ടി വരും. ഇവരാരെയും കൊല്ലണ്ട, ഒരാളുടെ പുറത്തോടെ വന്ന് വീണാൽ മതി അവൻ്റെ കഥ കഴിയാൻ. അപ്പോൾ മാംസമയമായ ഒരു അചലം പർവ്വതം മുകളിൽ നിന്ന് താഴെ വീണ പ്രതീതിയാണ് ഉണ്ടായത്. നമാതി സപ്തദ്വീപായാം ഭുവി തസ്യ അംഗമേകകം. 7 ദ്വീപുകൾ ഭൂമിയുടെ പല ഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്നു. ആ 7 ദ്വീപുകളിൽ ഒരെണ്ണത്തിൽ പോലും, ആ 7 ദ്വീപുകളും ഒരുമിച്ച് ചേർത്താലും ആ സപ്തദ്വീപുകളിൽ ഈ ശവത്തിൻ്റെ ഒരവയവം ഉൾക്കൊള്ളില്ല എന്നാണ്. അതിനേക്കാളും വലിയ കൈയും കാലും തലയും ഒക്കെയാണ്. ഭൂമി മുഴുവൻ എടുത്താലും അതിൽ ഈ മഹാശവത്തിൻ്റെ, മാംസപർവ്വതത്തിൻ്റെ ഒരവയവത്തെ പോലും ഈ ദ്വീപുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയ ഒരു മാംസപർവ്വതമാണ് മുകളിൽ നിന്ന് പതിച്ചത്. തമാലോക്യ മയാദേവ പ്രസാദേ സമവസ്ഥിതഃ സംഭൃഷ്ടോ ഭഗവാൻ വന്നി പ്രഭോ കിമിതമിത്യഥ. അഗ്നിയും വിപശ്ചിത്തും ആകാശത്ത് നിന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഭൂമിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വലിയൊരു ശവം ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. ഭൂമിയുടെ വിസ്തൃതിയെയും അതിക്രമിച്ചാണ് ഈ ശവം കിടക്കുന്നത്. പക്ഷേ ഇവർ അതിനേക്കാളും മുകളിൽ ആകാശത്തിൽ നിന്ന് നോക്കുന്നത് കൊണ്ട് അവർക്ക് വലിയ ഭയം തോന്നിയില്ല, കാരണം ജീവനാപത്തില്ലല്ലോ. അപ്പോൾ ആ ശവത്തെ കണ്ടിട്ട് ഞാൻ ശാന്തനായി പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്ന അഗ്നിദേവനോട് ചോദിച്ചു. അഗ്നിക്ക് ഒരു പരിഭ്രമവുമില്ല, കാരണം അഗ്നിക്ക് നാശമില്ല, ദേവനാണല്ലോ. അപ്പോൾ പുഞ്ചിരി തൂകിക്കൊണ്ട് പ്രസന്നവദനായി നിൽക്കുന്ന അഗ്നിയോട് ഞാൻ ഈ ഭീകര ദൃശ്യത്തെ കണ്ടിട്ട് ചോദിച്ചു, എന്താ? സംഭൃഷ്ടോ ഭഗവാൻ വന്ഹിഹി. അഗ്നിദേവനോട് ഞാൻ ചോദിച്ചു, പ്രഭോ കിമിതമിത്യഥ. പ്രഭോ, എന്താണിത്? എന്താണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ മഹാശവം എവിടുന്നാണ് പതിച്ചത്? മുകളിൽ നിന്നാണ് പതിച്ചത്. പക്ഷെ അവിടെ എങ്ങനെ വന്നു ഇത്രയും ഭീമാകാരമായ ഒരു ശരീരം എന്നറിയാനായി ഞാൻ അഗ്നിദേവനോട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. കഥം മാംസമയസാർദ്ധം സചാർക്കഃ പതിതോ ദിവഃ സനമാതി ഭൂപീഠേ സപർവതവനാംബുധൗ. എങ്ങനെയാണ് ഈ മാംസമയമായ പർവ്വതം സൂര്യനോടൊപ്പം മുകളിൽ നിന്ന് താഴേക്ക് വീണത്? സൂര്യനും ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചു. അതോടെ ഈ മാംസപർവ്വതവും ഭൂമിയിലേക്ക് വീണു. സനമാതിഹി ഭൂപീഠേ സപർവത വനാംബുധൗ. പർവ്വതങ്ങളും വനങ്ങളും സമുദ്രങ്ങളും ഒക്കെ നിറഞ്ഞ നമ്മുടെ ഭൂമി ഈ ശവത്തിൻ്റെ ഒരു അംഗത്തെ പോലും തന്നിൽ ഉൾക്കൊള്ളാൻ കഴിവില്ലാതെ ഇരുന്നു. അതായത് അതിൻ്റെ ഒരു കയ്യോ ഒരു കാലോ പോലും ഈ ഭൂമിയുടെ ഉള്ളിൽ കൊള്ളുമായിരുന്നില്ല. അതിനെയും കവച്ചു വെച്ചായിരുന്നു ഓരോ അംഗങ്ങളും. ഇതെന്താണ്? എവിടെ നിന്നാണ് ഈ ശവം വീണത്? എന്താണ് എന്നുള്ള കാര്യമാണ് വിവശ്യത്തിന് അറിയേണ്ടത്. മാംസമയോ ദേഹ കഥം പതിതഃ. മാംസമയമായ ഈ ശരീരം എങ്ങനെയാണ് വീണത്? തേന സാർദ്ധം സ പ്രസിദ്ധോർക്കശ്ച കഥം പതിതഃ ഇത്യാവൃത്യ യോജ്യം. ഈ ശവം താഴേക്ക് വീണപ്പോൾ പ്രസിദ്ധനായ സൂര്യൻ ലോകത്തിന് മുഴുവൻ, അല്ലെങ്കിൽ സൗരയൂഥത്തിന് മുഴുവൻ പ്രകാശം നൽകിക്കൊണ്ടിരുന്ന ആദിത്യ ഭഗവാനും മുകളിൽ നിന്ന് താഴേക്ക് വീണു. ഇതെന്താണ് എന്ന് ഞാൻ അഗ്നിദേവനോട് ചോദിച്ചപ്പോൾ എന്താണ് അഗ്നിദേവൻ പറഞ്ഞത്? അഗ്നിരുവാച. അഗ്നി പറഞ്ഞു,
പ്രതിപാലയ പുത്രത്വം ക്ഷണമേകം ഗതത്വരഃ യാവച്ഛാമ്യത് ദോഷോയം കഥയിഷ്യാമി തേ തതഃ. കുഞ്ഞെ, ഒരല്പനേരം കൂടെ കാത്തിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് അതൊക്കെ ഞാൻ വിവരിച്ചു തരാം. പക്ഷേ ഈ ഉത്പാദം, ഈ ക്ഷോഭവും ഭൂമി മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന ഈ ക്ഷുബ്ധ അവസ്ഥ അല്പമൊന്ന് ശമിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് നിൻ്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അതുവരെ നീ ദയവായി കാത്തിരുന്നാലും അല്ലയോ പുത്ര, പ്രതിപാലയ, കാത്തിരിക്കൂ. ക്ഷണമേകം, ഒരു മിനിറ്റ് കൂടെ കാത്തിരിക്കൂ. ഗതത്വരഹ, ഉള്ളിൽ ഒരു സംഭ്രമവും വേണ്ട, ഒരു കുഴപ്പമില്ല. ബാലകൃഷ്ണനായർ സാറ് പറയുന്ന പോലെ ഒരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പ് വന്നവരങ്ങനെയാണ് പറയുക. ഇവിടെ പലതരം കുഴപ്പങ്ങളുണ്ടെന്ന് പറയുന്നവർ അജ്ഞാനികളാണ്. ജ്ഞാനികൾക്ക് ഇവിടെ ഒരു ചുക്ക് സംഭവിക്കുന്നില്ല. ഈ പ്രപഞ്ചം എന്നൊന്നും ഇല്ലേ ഇല്ല. ഇല്ലാത്ത പ്രപഞ്ചം എങ്ങനെയാണ് തകരുക, എങ്ങനെയാണ് നശിക്കുക? ആത്മാവിന് നാശം എന്നുള്ളത് ഒരിക്കലുമില്ല, അത് അതിസൂക്ഷ്മമാണ്. അപ്പോൾ ഈ തത്വബോധം ഉറപ്പുള്ളവർ മാത്രമേ ഒരു കുഴപ്പമില്ല എന്ന് പറയൂ. ചിലർ എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായാലും അചഞ്ചലരായി സ്ഥിതി ചെയ്യും. അവരുടെ മനസ്സിനെ അവർ ഒരിക്കലും ക്ഷോഭിക്കാൻ അനുവദിക്കത്തില്ല. അതൊക്കെ പുണ്യം ചെയ്ത ജന്മങ്ങളാണ് എന്ന് തന്നെ പറയണം. നമുക്ക് നമ്മുടെ മനസ്സ് ക്ഷോഭിക്കാൻ ചെറിയ എന്തെങ്കിലും സംഭവം മതി. ശരീരത്തിലൊരു രോഗം, മാറാവ്യാധി തന്നെ വേണമെന്നൊന്നുമില്ല, ചെറിയ ഒരു രോഗം, ഒരു പനി, ഒരു ജലദോഷം, ഒരു തൊണ്ടവേദന, മൂക്കടപ്പ്, ചുമ, ഇങ്ങനെ അല്ല ചെറിയ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തന്നെ പലരും മെൻ്റലി ഡൗൺ ആയിപ്പോവും, മാനസികമായി തളർന്നു പോവും. പക്ഷേ അഗ്നിദേവൻ പറയുന്നത് ഒരു സംഭ്രമവും വേണ്ട, വിവശത്തെ പേടിക്കുകയേ വേണ്ട, ഒരു കുഴപ്പമില്ല. ലെറ്റ് us see what happens now, wait a minute more എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ് കൂടെ നീ ഒന്ന് കാത്തിരിക്കുക, ഈ ക്ഷോഭമൊക്കെ ഒന്ന് അടങ്ങട്ടെ. യാവച്ഛാമ്യത് ദോഷോയം, ഇതൊരു ദോഷമാണ്, ഭൂമിയെ ബാധിച്ചിട്ടുള്ള ഒരു പീഡയാണിത്. ഇതൊന്ന് ശമിക്കട്ടെ. മോളിൽ നിന്ന് ഇങ്ങനെ വീഴുമ്പോൾ ആ വീഴ്ചയുടെ ആഘാതം നിലയ്ക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇപ്പം തീരും, സംഭവങ്ങളൊക്കെ ഇപ്പം തീരും. അപ്പോൾ ഈ ക്ഷോഭം ശമിക്കുന്നത് വരെ, ഈ ദോഷം ശമിക്കുന്നത് വരെ ഒന്ന് കാത്തിരിക്കൂ. കഥയിഷ്യാമി തേ തതഃ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാം. പ്രതിപാലയ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷസ്വ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കൂ. അയമേതത് പതനദോഷ യാവത് സാകല്യേന ശാമ്യതു, മൊത്തമായി ഈ വീഴ്ചയുടെ ആഘാതം ഉപശമിക്കുന്നത് വരെ നീ കാത്തിരിക്കൂ. അഥ തസ്മിൻ വദത്യേവം സമാജഗ്മുർനഭശ്ചരാഃ തജ്ജഗജ്ജാലജാതീയാ ദിഗ്ഭ്യോ ഗഗനജാഖിലാഃ. അത് ഇങ്ങനെ പറഞ്ഞു തീർന്നപ്പോൾ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഥ തസ്മിൻ വദത്യേവം സമാജഗ്മുർനഭശ്ചരാഃ, ദേവന്മാർ മുഴുവൻ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവഗണങ്ങൾ 33 കോടി ഉണ്ടെന്നാണ് പറയുന്നത്. കോടിയൊന്നുമില്ല, 33 ദേവന്മാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കോടി എന്ന് പറഞ്ഞതോ ഓണക്കോടി, ദീപാവലിക്കോടി, വിഷുക്കോടി, ആ കോടിയുമല്ല. കോടി എന്ന് പറഞ്ഞാൽ ഓരോ ദേവൻ്റെയും അനന്തശക്തികളെയാണ് കോടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ദേവന്മാർ എണ്ണത്തിൽ 33 മാത്രം. ആരൊക്കെയാണ് അവർ? ഒന്ന് മനസ്സിലാക്കി വയ്ക്കൂ. വേദാന്തത്തിനും ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എന്നാലും മനസ്സിലാക്കി വയ്ക്കും. 33 ദേവന്മാർ മാത്രമേ ഉള്ളൂ. ഏകാദശ രുദ്രന്മാർ, രുദ്രന് 11 രൂപങ്ങളുണ്ടെന്നാണ്. 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, 12 ആദിത്യന്മാർ. ഒരു സൂര്യനാണെങ്കിലും ആ സൂര്യൻ്റെ 12 പ്രഭാവങ്ങളുണ്ട്, 12 രൂപത്തിൽ അദ്ദേഹം തന്നെ പ്രകടമാക്കും. അപ്പോൾ 11ഉം 12ഉം 23. അഷ്ടവസുക്കൾ 23, 8, 31. പിന്നെ ഒരു ഇരട്ടകളായ ദേവന്മാരുണ്ട്, അശ്വിനി ദേവന്മാർ 2. ഈ അശ്വിനി ദേവന്മാരുടെ കുട്ടികളാണ് നകുലനും സഹദേവനും. പഞ്ചപാണ്ഡവരിലെ നകുല സഹദേവന്മാരുടെ അച്ഛന്മാരാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ അശ്വിനി ദേവന്മാർ തന്നെ ഇരട്ട പെറ്റതാണ്. ഇരട്ട പെറ്റതെന്ന് പറഞ്ഞാൽ അവർ പ്രസവിച്ചു എന്നല്ല. ബോബനും മോളിയും ഒരു പഴയ മലയാള മനോരമയിൽ വന്ന ഒരു തമാശയാണ്.
ബോവന് മോളിയുടെ അച്ഛൻ പറയണം, എടാ മക്കളെ, നീയൊക്കെ ഇങ്ങനെ നശിച്ചു പോരുത്, ഇതിനാണോടാ നിങ്ങളെ പോറ്റി വളർത്തിയത് എന്ന് പറഞ്ഞു. ഏത് പോറ്റിയാച്ചാ ഞങ്ങളെ വളർത്തിയത് എന്നാണ് ചോദിച്ചത്. പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ വളർത്തി വലുതാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിനാണോടാ പോറ്റി വളർത്തിയതെന്ന് പറഞ്ഞപ്പോൾ ഏത് പോറ്റിയാച്ചാ ഞങ്ങളെ വളർത്തിയതെന്ന്. അപ്പോൾ ഈ ഇരട്ടകളായ അശ്വിനി ദേവന്മാർ അവരാണ് 31ഉം 2ഉം. ഇപ്പം എത്രയായി? ഇപ്പോൾ 33ആയി. ഒന്നുകൂടെ പറയാം. ഏകാദശ രുദ്രന്മാർ, ദ്വാദശ ആദിത്യന്മാർ 11ഉം 12ഉം 23, അഷ്ടവസുക്കൾ 31, 2 അശ്വിനി ദേവന്മാർ, അങ്ങനെയാണ് 33 ദേവന്മാരേ ഉള്ളൂ. ഇത് ബൃഹദാരണ്യോപനിഷത്തിൽ വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ 30 മുക്കോടി ദേവന്മാർ എന്ന് പറഞ്ഞത് ഓരോ ദേവനും അനന്ത ശക്തികളുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. എണ്ണത്തിൽ ദേവന്മാർ 33 മാത്രം. അപ്പോൾ ആകാശത്തിൽ ദേവന്മാരൊക്കെ എത്തിച്ചേർന്നു. മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. തജ്ജഗജ്ജാലജാതീയ ദിഗ്ഭ്യോ ഗഗനജാഖിലാഹ. അതിൻ്റെ വ്യാഖ്യാനം തന്നെ വായിക്കാം. ഗഗനജമഖിലം വസ്ത്രഭൂഷണമാല്യാദി യേഷം. ആകാശത്തിൽ നിന്ന് ജനിച്ച വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മാലകൾ ഇവയൊക്കെ ധരിച്ച ദേവന്മാർ ആകാശത്തിലെത്തി. അതായത് ദേവന്മാരുടെ വേഷഭൂഷാദികളൊക്കെ ആകാശത്തിൽ നിന്ന് ഉണ്ടായവയാണ്. നമ്മളെപ്പോലെ വസ്ത്രങ്ങൾ തച്ച്, അതായത് നൂറ്റ് അതിനെ തയ്പ്പിച്ച് വസ്ത്രങ്ങൾ ഇടുന്നവരല്ല. അവരുടെ ഭൂഷണങ്ങളും അവർ അണിഞ്ഞിരിക്കുന്ന ഹാരങ്ങളും അതുപോലെ അവരുടുത്തിരിക്കുന്ന വസ്ത്രങ്ങളും ഇതെല്ലാം ആകാശത്തിൽ നിന്നുണ്ടായവയാണ്. കാരണം അവർ സൂക്ഷ്മ ശരീരികളാണ്. അപ്പോൾ അവരുടെ ആഭരണങ്ങളും അതുപോലെ ഹാരങ്ങളും വസ്ത്രങ്ങളും ഇതെല്ലാം സൂക്ഷ്മമാവാനേ തരമുള്ളൂ. അതുകൊണ്ടാണ് ആകാശത്തിൽ നിന്ന് ജനിച്ച വേഷഭൂഷാദികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ, ആ ദേവന്മാരൊക്കെ ആകാശത്തിൽ നിലയുറപ്പിച്ചു. ഇനി ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നത്? ദേവന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാരിൽ പല വിഭാഗക്കാരുമുണ്ട്. സിദ്ധസാധ്യാപ്സരോ ദൈത്യഗന്ധർവോരകിന്നരാഹ ഋഷയോ മുനയോ യക്ഷാഃ പിതരോ മാതരോ മരാഹ. സിദ്ധന്മാർ, സാധ്യന്മാർ, അപ്സരസുകൾ, ദൈത്യന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, ഉരകങ്ങൾ, സർപ്പങ്ങൾ, കിന്നരന്മാർ, ഋഷിമാർ, മുനികൾ, യക്ഷന്മാർ, പിതൃക്കൾ. പിതൃക്കളിൽ തന്നെ സ്ത്രീകളായിട്ടുള്ളവരെയാണ് മാതാക്കൾ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീ മരിച്ചു പോയാൽ അവർ നമ്മൾ പിതൃക്കൾ എന്ന് പിതൃ എന്നുള്ളതല്ല, അതിന് മാതൃ എന്നാണ് പറയുന്നത്. സ്ത്രീകൾ ജീവിച്ചിരിക്കുമ്പോൾ മാതാവ് പിതാവ് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അവർ പിതൃക്കളായി മാറിയാലും ആ പേരിൽ അല്പം വ്യത്യാസമുണ്ട്. പിതൃക്കളും മാതൃക്കളും അങ്ങനെയുള്ള. പിന്നെ അമരന്മാർ, ദേവന്മാർ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. അധ സർവേശ്വരീം ദേവീം ശരണ്യാം തേ നഭശ്ചരാഃ ഭക്തിനമ്രശിരഃകായാഃ കാളരാത്രിം പ്രതുഷ്ടുവുഃ. ഈ ദേവന്മാരെന്തിനാണ് ഇപ്പോൾ ആകാശത്തിൽ ഒത്തുകൂടിയത്? ഭൂമി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച കാണാനല്ല, കാണികളായിട്ടെത്തിയതല്ല ഈ ദേവന്മാർ. അവർ ആകാശത്തിൽ എത്തിച്ചേർന്നതിന്, സമ്മേളിച്ചതിന് ഒരു പ്രത്യേക ഉദ്ദേശ്യമുണ്ടായിരുന്നു. അവരെല്ലാവരും ഒത്തുചേർന്ന് എന്തു ചെയ്തു? അധ സർവേശ്വരീം ദേവീം, സർവേശ്വരിയായ ദേവിയെ, സകലർക്കും ഒരമ്മയെപ്പോലെ അഭയം നൽകുന്ന ആ ഈശ്വരിയായ ദേവിയെ നഭശ്ചരന്മാർ ഭക്തിനമ്ര ശിരഃകായാഃ, ഭക്തി കൊണ്ട് ശരീരവും തലയും കുമ്പിട്ടവരായി ദേവിയെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഏത് ദേവി? കാളരാത്രിം പ്രതുഷ്ടുവുഃ. കാളരാത്രി എന്ന് പറഞ്ഞാൽ ചാമുണ്ട, ചാമുണ്ടി എന്നും പറയും, ചാമുണ്ട എന്നും പറയും, ഭദ്രകാളി. ആ ദേവിയെ ദേവന്മാർ സ്തുതിച്ചു. കാരണം ഭൂമി ഏതാണ്ട് നാശത്തിൻ്റെ വക്കിലെത്തി. എല്ലാവരും നശിച്ചില്ല,
ശവത്തിൻ്റെ ആഘാതത്തിൽ കുറേ ജീവികൾ മരിച്ചിട്ടുണ്ട്. ഭൂമിയൊക്കെ പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞ് താഴെ വീണു, ഭൂമിയിൽ വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. എന്നാലും എല്ലാ ജീവികളൊന്നും മരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഭൂമിയുടെ രക്ഷയെ കരുതി കാളരാത്രി എന്ന പേരോട് കൂടിയ ചാമുണ്ടിയെ സ്തുതിക്കാൻ തുടങ്ങി ഈ ദേവന്മാർ. കാളരാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയുമായിട്ട് ബന്ധമില്ല. കാളരാത്രി തപസ്വിനി കാളരാത്രി. ഇന്ദ്രാണി എന്നൊരു പേരുണ്ട്. ഇന്ദ്രൻ്റെ പത്നിയാണ് ശചീദേവി, അവർക്ക് ഇന്ദ്രാണി എന്നൊരു പേരുണ്ട്. ഇന്ദ്രാണിയായിട്ടിരിക്കുന്നതും ഈ ദേവി തന്നെ. ഇന്ദ്രൻ്റെ രൂപത്തിൽ പ്രകടമായതും ഈ ചാമുണ്ട തന്നെ. അപ്പം അങ്ങനെ അതായത് സംഹാരകാരിണിയായ ഒരു ദേവി. ഇപ്പോൾ എല്ലാം നശിക്കുമ്പോൾ ആ ദേവിയെ തന്നെയാണ് ശരണം പ്രാപിക്കേണ്ടത്. കാരണം നശിപ്പിക്കാൻ കഴിവുള്ളവന് മാത്രമേ നാശത്തിൽ നിന്ന് രക്ഷിക്കാനും കഴിയുകയുള്ളൂ. ഏതൊരു ശക്തിയാണോ പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് കാരണമായിരിക്കുന്നത്, അതേ ശക്തിയെ തന്നെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ജീവികൾക്ക് രക്ഷ നേടാൻ കഴിയൂ. അതുകൊണ്ട് സംഹാരരൂപിണിയായ ആ ജഗദംബയെ തന്നെ ദേവന്മാർ ശരണം പ്രാപിച്ചു. അതിനായി ആ ദേവിയുടെ കൃപ ലഭിക്കാനായി ദേവിയെ സ്തോത്രങ്ങളിലൂടെ പുകഴ്ത്തി പാടാൻ തുടങ്ങി. നഭശ്ചരാവൂചുഹു, ദേവന്മാർ പാടി അല്ലെങ്കിൽ പറഞ്ഞു. എന്താണ്? ഒറ്റ ശ്ലോകം കൊണ്ട് ദേവന്മാരുടെ സ്തുതി അവസാനിക്കുകയാണ്.